ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടിന്നിൽ കിട്ടുന്ന ട്യൂണ വെച്ചൊരു തോരൻ. എന്തൊക്കെയാണ് മമ്മി അതിന് വേണ്ടിയത്? അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പാൻ വെച്ചു ചൂടാകാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ഇഞ്ചി ഇത് കണ്ടോ നിങ്ങൾ, ഇഞ്ചി ഒന്നിച്ചങ്ങ് അരിഞ്ഞ് എളുപ്പത്തിന് വേണ്ടി ഇഞ്ചി, കരിയാപ്പല, ഉള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് പേസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ശകലം വെളുത്തുള്ളിപ്പൊടി ഇല്ലാത്തവർക്ക് വെളുത്തുള്ളി അല്ലാതെ ഉപയോഗിക്കാം. അതെ അതെ, ഇതെല്ലാം കൂടെ ഞാൻ അങ്ങ് മിക്സ് ചെയ്യും. ആദ്യം തേങ്ങ തിരുമ്മി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ശകലം മഞ്ഞളിട്ട് അത് നന്നായിട്ടങ്ങ് ഞെരടി, അതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഞെരടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് ഞെരടുക. ഓക്കെ, അന്നേരം അതിൻ്റെ ആ ഫ്ലേവർ എല്ലാത്തിലും വരും അല്ലേ? ഞാൻ ഈ തേങ്ങ തിരുമ്പി വെച്ചതിനകത്ത് ശകല ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, ഇത് എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് അങ്ങ് തിരുമ്മി കൈകൊണ്ട് ഞെരടി. കാരണം അത് മിക്സിയിൽ അരയ്ക്കുന്നതിന് വരെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി നല്ലതായിട്ടങ്ങ് ഞെരടി. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്തോ പൊടിയാണ്? നമ്മൾ മീൻ പുളി. ഓക്കെ, ഇനി നമ്മൾ ഒരു ശകലം കടുക് വേണമെങ്കിൽ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇല്ലെങ്കിലും മീൻ കറി കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ശകലം ഇപ്പോൾ ഇടുക. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട്, അതെ, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഉള്ളി, ഇഞ്ചി, കരിയാപ്പല ഈ അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴറ്റുക മതി. ഇത് എളുപ്പമുള്ള വേണ്ടിയില്ല കേട്ടോ, ഒത്തിരി സമയം എടുക്കണ്ട. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ചോപ്പർ ഉണ്ടെങ്കിൽ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് അരിഞ്ഞ് കിട്ടും. പിന്നെ അധികം സമയം വേണ്ട. ഇത് ഇങ്ങനെ ഒത്തിരി വഴലുന്നോ മമ്മി? ഇല്ല, അധികം വഴലണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. കാരണം മീൻ പറ്റിക്കാനാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി. നമ്മൾ ഈ മത്തിയൊക്കെ തോരൻ വെക്കുന്ന പോലെ വരുമോ? ആ ടേസ്റ്റ് കിട്ടുമോ? അതിന് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റ് സെയിം കിട്ടുമ്പോൾ അറിയാം, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇത് ഈസി ആയിട്ടുള്ളത്. നമ്മൾ ഇവിടെ മീനൊക്കെ എല്ലാം കിട്ടാൻ ധാരാളം ആയിട്ട് ഇല്ലല്ലോ. അപ്പം ഒരു മീൻ കൂട്ടണമെന്ന് തോന്നുമ്പോൾ, ഒരു പീര കൂട്ടണമെന്ന് തോന്നുമ്പോൾ ഇത് നമുക്ക് എളുപ്പ പരിപാടി. ഇനിയിപ്പോൾ ഏതെങ്കിലും വെളി രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഫ്രഷ് മീൻ കിട്ടാൻ അവൈലബിൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ ടെസ്കോ, ആസ്ഡ, വാൾമാർട്ടിലൊക്കെ നമുക്ക് ഈ ക്യാൻഡ് ട്യൂണ കിട്ടുമല്ലോ. അത് വെച്ച് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് വാട്ടറിൽ ഉള്ള ട്യൂണയാണ് മേടിച്ചത്. സൺഫ്ലവറിൽ ഉള്ളതും ബ്രൈനിലുള്ളതും ഒക്കെ കിട്ടും. വെളുത്തുള്ളിപ്പൊടി കൂടെ ആഡ് ചെയ്യണം അല്ലേ? ഈ തേങ്ങ ചെറിയതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനത്തെ ഏത് ട്യൂണ വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിപ്പം സ്പ്രിംഗ് വാട്ടർ ഇല്ലേ മമ്മ? ഓക്കെ, സ്പ്രിംഗ് വാട്ടർ. ഉള്ളി വഴന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴന്നു. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീര, വെളുത്തുള്ളിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾ, ഉപ്പ് തിരികെ വെച്ചേക്കുന്ന ഇതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മുടെ ഈ പുളി വെച്ചേക്കുന്ന ആ വെള്ളം ഒഴിക്കും. പുളി ആവശ്യത്തിന് പുളി ഞാനിത് ഒത്തിരി ഇട്ടുള്ളൂ, കാരണം ഇവിടെ ആർക്കും ഒത്തിരി പുളി വേണ്ട. ഒത്തിരി കൂടിയാലും ഇല്ല. ആ പുളി വെള്ളവും പുളിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. അതെ, ഇനി നമ്മൾ ട്യൂണയും കൂടി ഇടും. ഇത്രയും ഉള്ളൂ, എല്ലാം കൂടെ ഒരുമിച്ചാണ്. ട്യൂണയുടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാൻ, ഞാൻ പക്ഷേ വെള്ളം ഒഴിക്കുന്നില്ല. കാരണം വെള്ളം നമുക്കറിയത്തില്ലല്ലോ എത്ര ദിവസമായതാണ്. ട്യൂണ മാത്രം നമ്മളിങ്ങനെ ഇടും. ഈ ട്യൂണ മാത്രം ഇങ്ങനെ അങ്ങോട്ടിട്ട് നമ്മുടെ തോരന് ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാകാൻ. ഒരു ടിന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുണ്ട്. ഒരു നേരം ഞങ്ങൾക്ക് അധികം ഈസി പീസി അല്ലേ? ഈസി, ചോറിനൊരു ടേസ്റ്റ് വഴി നമുക്ക് ഒരു നോൺ വെജുമായി നല്ല ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒരു ശകലം നമുക്ക് ഒഴിക്കാം, കാരണം മീനൊന്ന് വേകണമല്ലോ. ട്യൂണായതുകൊണ്ട് എളുപ്പം വേഗം വന്നാലും ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഇച്ചിരി വെള്ളം നമ്മൾ
അതിലോട്ട് വെള്ളം വേറെ നമ്മുടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇളക്കി ഒഴിച്ചു. ഇങ്ങനെ ഒന്ന് ഇളക്കി ഇനി നമ്മൾ അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. ഇടയ്ക്ക് നമ്മൾ നോക്കണം, കാരണം കരിഞ്ഞു പോയാൽ അറിയത്തില്ലല്ലോ ഗ്യാസിൻ്റെ ചൂടും. ഗ്യാസ് സിം ചെയ്തിട്ട് ഇത് അടച്ചു വെക്കുക. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കും. ഓക്കെ. വേറെ നമ്മൾ ചോറിന് കൂട്ടാൻ ഇന്ന് ഞാനൊരു പച്ചടി വെച്ചു. അതും എളുപ്പപ്പണി. ഇതെന്താ പച്ചടിയാ? തൈരും കുക്കുംബറും. ക്യുക്കുംബർ പച്ചടി. കുക്കുംബർ അരിഞ്ഞ് ഇച്ചിരി ഉള്ളിയും കൂടെ അരിഞ്ഞ്, ഉള്ളിയും കുക്കുംബർ, പച്ചമുളക്, ഇഞ്ചി ഇത് അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചു. വെന്ത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചു. ഉള്ളി, ശകലം ഇഞ്ചി, ഇച്ചിരി പച്ചമുളക്. റെസിപ്പി നമുക്ക് വേറെ ഒരു ദിവസം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം. പിന്നെ കോളിഫ്ലവറും ഒരു പൊട്ടറ്റോ ഇട്ടൊരു മെഴുക്കുവരട്ടി. ജസ്റ്റ് ഒരു ഫ്രൈഡ് ഇല്ലേ? ഓക്കെ. എന്നിട്ട് ഇതൊന്നുകൂടി തുറന്ന് നോക്കുമായിരുന്നു. ഇനി ഉപ്പൊക്കെ നമുക്ക് നോക്കാം പിന്നെ ആവശ്യം. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി. എല്ലാവരും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡി ആയി അല്ലേ? ഓക്കെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കാണാമേ. അപ്പം നോക്കാം. നമ്മുടെ ടൂണ തോരൻ റെഡിയായിരുന്നു. ഓക്കെ. ടൂണ തോരൻ റെഡി. ഇനി എന്തോ ചെയ്യണം? ലാസ്റ്റിലൊരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം അല്ലേ? അതെ, ഒരു ടേസ്റ്റിന് വേണ്ടി. സോ ട്യൂണ തോരൻ റെഡി. ടൂണ തോരൻ റെഡി. ഉപ്പൊക്കെ ഉണ്ടോ ടേസ്റ്റ് ചെയ്യട്ടെ? ഓക്കെ. ഇപ്പം എന്താ ടേസ്റ്റ് ചെയ്യില്ല. ഇതിന് ചൂടെടുപ്പത്തിരുന്ന് ഒന്ന് പറ്റും. എന്നെ മണോ? ഓ, നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണേ. അടിപൊളി. നല്ല ആയിട്ടാണ്. നല്ലതുണ്ട്. ഓക്കെ. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു തോരനാണ്. പിന്നെ ഇന്ന് മോരുകറിയും കൂടെ ഉണ്ട്, അത് പറയാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് വൈകിട്ട് ചിക്കൻ എല്ലാം കഴുകി അരച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. വൈകിട്ടത്തെ. ഓക്കെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്താൻ മറക്കല്ലേ. ബൈ.